കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സെന്റൻസ് പാറ്റേൺ ആണ് പഠിച്ചത് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ പകുതിയിലധികം ആൾക്കാരും കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് ആ സെന്റൻസ് പാറ്റേൺ ഒന്ന് കണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷ് ഈസി ആക്കി എടുക്കാൻ വേണ്ടി പറ്റുക. ഇന്നത്തെ സെന്റൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ആണ്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, നമുക്ക് ഒത്തിരി അറിയുന്ന കാര്യമാണ്. പക്ഷേ ഐ വുഡ് ലൈക്കിൽ നൗൺ ഉപയോഗിക്കുന്നതുണ്ട്, വേർബ് ഉണ്ട്, പ്രനൗൺ വരുന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ കഴിയും. അപ്പം ഐ വുഡ് ലൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ആഗ്രഹങ്ങൾ പറയാൻ, ഇഷ്ടങ്ങൾ പറയാൻ, എനിക്ക് വേണമെന്നൊക്കെ പറയാനാണ്. വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കാനാണ് നമ്മൾ ഐ വുഡ് ലൈക്ക് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ഐ വുഡ് ലൈക്ക് എ ടീ. എനിക്ക് ടീ വേണം. ഐ വുഡ് ലൈക്ക് എ ന്യൂ ഡ്രസ്. എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണം. ഇതെന്താണ്? ആഗ്രഹമാണ് എൻ്റെ, അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ഐ വുഡ് ലൈക്ക് എ ന്യൂ ഡ്രസ്. നൗണാണ് കൊടുത്തത്. നൗൺ എന്തെങ്കിലും സാധനങ്ങൾ എനിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹത്തിനാണ് എന്ന് പറയണമെങ്കിൽ ഈ സ്ട്രക്ചർ ഓർത്ത് വെക്കുക. ഐ വുഡ് ലൈക്ക് എ നൗൺ. നൗൺ എന്താണോ അത് നിങ്ങൾ പറയുക. ക്ലിയർ ആയല്ലോ? ഈ പാറ്റേൺ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഐ വുഡ് ലൈക്ക് ടു. ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകണം. അപ്പൊ ഈ ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ദെയർ എന്നില്ല. നമ്മൾ ദെയറും ഹിയറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ മതി? ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ. എനിക്ക് അവിടെ പോയാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് എവിടെ പോകണമെന്നുണ്ട്, എനിക്ക് എവിടെ പോകണം. നമ്മളിങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം പറയുന്ന രീതി. ഐ വുഡ് ലൈക്ക് ടു വേർബ് ഫസ്റ്റ് ഫോം. ഐ വുഡ് ലൈക്ക് ടു ഓർഡർ ഫുഡ്. ഫുഡ് ഓർഡർ ചെയ്യണം. ഐ വുഡ് ലൈക്ക് ടു വേർബ് ഫസ്റ്റ് ഫോം. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു ടുമാറോ. എനിക്ക് നിന്നെ നാളെ ഒന്ന് കാണണം. അത് നമ്മൾ പറയല്ലേ, നാളെ ഒന്ന് നിന്നെ എനിക്ക് കാണണം. ഐ വുഡ് ലൈക്ക് ടു മീറ്റ്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിച്ചത് എന്താണ്? വേർബ് ഫസ്റ്റ് ഫോം ആണ്. അപ്പൊ നമ്മൾ ഐ വുഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഈ വ്യത്യാസങ്ങൾ ഓർത്ത് വെക്കുക. അവിടെ നമ്മൾ ഉപയോഗിച്ചത് വേർബ് ഫസ്റ്റ് ഫോം ആണ്. ഇനി ഐ വുഡിന്റെ വേറൊരു പാറ്റേൺ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് അത്ര ഉപയോഗിക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഐ വുഡ് ലൈക്ക് ഉപയോഗിക്കുക, പിന്നെ ഒരു വ്യക്തി പേഴ്സൺ പറയുക, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടു വേർബ്. എങ്ങനെയാണ്? ഐ വുഡ് ലൈക്ക് ഉപയോഗിക്കുക, പിന്നെ ലൈക്ക് ടു അല്ല, അതിൻ്റെ ഇടയിൽ ഒരു പേഴ്സൺ കൊടുക്കുക, പിന്നെ ടു വേർബ്. അതായത് ഐ വുഡ് ലൈക്ക് പേഴ്സൺ യു. ഐ വുഡ് ലൈക്ക് യു, പിന്നെ നമ്മൾ എന്ത് വേണം? ടു ഹെൽപ്പ് മീ. ഐ വുഡ് ലൈക്ക് യു ടു ഹെൽപ്പ് മീ. നീ എനിക്കൊരു സഹായം ചെയ്യണം എന്നുള്ളൊരു അർത്ഥത്തിലൊക്കെയാണ് വരുന്നത്. ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഐ വുഡ് ലൈക്ക് ഉപയോഗിക്കുക, പേഴ്സൺ പറയുക, ടു പറയുക, വേർബ് പറയുക. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, അധികം വേണ്ട. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഐ വുഡ് ലൈക്ക് പ്ലസ് നൗൺ, ഐ വുഡ് ലൈക്ക് ടു പ്ലസ് വേർബ്. ക്ലിയർ ആയോ? ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി വേറൊരു പാറ്റേൺ, ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ കാണിച്ചു തരാം. ഐ ആം ഗോയിങ് ടു സ്റ്റഡി വെൽ. പരീക്ഷയ്ക്ക് ആകുമ്പോൾ കുട്ടികൾ പറയുകയാണ്, ഞാൻ നന്നായിട്ട് പഠിക്കാൻ പോകുവാണ്. ഐ ആം ഗോയിങ് ടു സ്റ്റഡി വെൽ. നന്നായിട്ട് പഠിക്കാൻ പോകുവാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുവാണ് എന്ന് പറയാൻ ഐ ആം ഗോയിങ് ടു കുക്ക് ഫുഡ്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഡ്രൈവ് ദ കാർ. ഞാൻ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഷീ ആണെങ്കിൽ ഈസ്, അത് അനുസരിച്ച് മാറ്റുക. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുവാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഐ ആം ഗോയിങ് ടു. ഇപ്പൊ നാളെ ഫ്യൂച്ചറിലാണെങ്കിലോ
ഐ ആം ഗോയിങ് ടു മുംബൈ ടുമോറോ. നാളെ ഞാൻ മുംബൈക്ക് പോകുവാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുവാണ് എന്ന് പറയാൻ നമുക്ക് ഐ ആം ഗോയിങ് ടു ആണ് വേണ്ടത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ദർ ഈസ് നത്തിങ്, ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇന്ന് നമ്മൾ പഠിച്ച ഐ ആം ഗോയിങ് ടു, ഐ വുഡ് ലൈക്ക് ടു ഒക്കെയുള്ള കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ സെന്റൻസ് പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ എൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ പലരിലോട്ടും എത്തുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരോ കേട്ടോ. ആ ഓൾ ബെൽ ബട്ടൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് തന്നെ വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ജനുവരി 1st വീക്ക് മുതൽ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ പാറ്റേണുകൾ മറന്നു പോകില്ല. ഈ സെന്റൻസ് സ്ട്രക്ചർ ഇങ്ങനെ വരാൻ ഇങ്ങനെയാണ് നമ്മൾ ഓർത്തിരുന്നത്, നമുക്ക് എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.